തഗ് അടിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ചേട്ടനാണെങ്കിൽ ആക്ട്രസിൽ നിഖില വിമലാണ് തഗ് ലേഡി എന്ന് പറയുന്ന ഒരു കിംവദന്തി പൊതുവെ ഞങ്ങളുടെ ഈ ആങ്കേഴ്സിന്റെ ഇടയിലുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പോലെ ഇരിക്കും. മേടിക്കാനുള്ളതാണേ നിങ്ങൾ മേടിക്കാം. അങ്ങനെ എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം എന്നൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഭാവിയിൽ ഇങ്ങനെയുള്ളൊരു മാലയ്ക്കിട്ട് നമ്മളെ സ്ഥാനാർത്ഥിയുടെ ഒന്ന് കാണും. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഹ്യൂമർ ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പം മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ ഞാൻ ഹ്യൂമറായിട്ട് ചെയ്തിട്ടില്ല, ഞാൻ വില്ലനായിട്ട് ചെയ്തിട്ടില്ല, ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടില്ല, ഒന്നിനുമില്ല. അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ നുണ പറയല്ല. നിഖില ചേച്ചിയുടെ അച്ഛന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. എന്തൊക്കെ അമ്മാവനാണ്. ട്രെയിലറിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ? ഞാൻ വിചാരിച്ചു അമ്മാവന് ഉമ്മ കൊടുത്തൂടെ. നമുക്കൊരു പോത്തുണ്ടായിരുന്നു, ദേഷ്യം വന്നു. പോത്ത് ഒന്ന് ചെറുതായിട്ട് വരണ്ടു, വരട്ടി മൊത്തം സെറ്റിനെ ഒന്ന് വരട്ടി എല്ലാരും. മമ്മൂക്കയുടെ കൂടെ ഉള്ള മറ്റേ നോക്കിയിരിക്കുന്ന വീഡിയോസ് ഒക്കെ വൈറലായിരുന്നു. മമ്മൂക്ക ഫാൻ അല്ലേ, അപ്പൊ ഒരു മമ്മൂക്ക മൊമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. എനിക്ക് മൂപ്പരുടെ വൈബും പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഭയങ്കര കുറഞ്ഞു പോയി എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരാളാണ്. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജനുവരി 5 മുതൽ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ വെബ് സീരീസായ പേരല്ലൂർ പ്രീമിയർ ലീഗിന്റെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ആണ് ദീപുചേട്ടൻ, നിഖില ചേച്ചി, വിജയരാഘവൻ സർ. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. നമസ്കാരം. ഓക്കെ, പേരല്ലൂർ പ്രീമിയർ ലീഗ്, അവിടെ കുറെ പേരൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പേരിന്ന് തുടങ്ങാം. പറയൂ. പേരിന്ന് തുടങ്ങുന്നത് ഇവിടെ തുടങ്ങും. ദീപുചേട്ടനാണ് റൈറ്ററാണ്. പേരില്ലൂർ എന്ന് പറയുന്നത് നമ്മളതിനകത്ത് പറയുന്ന പോലെ ഇങ്ങനെ ഒരു സ്ഥലത്തിനിടാൻ വേറെ പേരൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇതിന് പേരില്ലൂർ എന്നറിയപ്പെടുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വേൾഡാണ്. ഇവിടെ നടക്കുന്ന കുറെ കാര്യങ്ങളും ഇവിടെ ഉള്ള ഒരുപാട് വിയേർഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ അറിയാലോ അതുണ്ടാക്കുന്ന ഇഷ്യൂസും സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ ഒരു കഥയാണ്. അപ്പോൾ പേരിടാൻ പറ്റാത്തൊരു ഗ്രാമമാണ്. പേര് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഇടാം എന്നുള്ള വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പൊ അവിടേക്ക് എത്തുന്ന മാളവിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലൂടെയാണ് ഇത് പോകുന്നത്. കുറെ ഇവന്റ്സ് ഉണ്ട്, ഹ്യൂമർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ മേ ബി അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നാട് തന്നെയാണ്. പക്ഷെ കുറച്ച് ഓവറാണ്, എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് പൊടി ഓവറാണ് എല്ലാവരും. അങ്ങനത്തെ ഒരു ഗ്രാമം. ഓക്കെ, ഇപ്പൊ വിജയരാഘവൻ ചേട്ടന്റെ ഫസ്റ്റ് വെബ് സീരീസ് ആണ്. നിഖില ചേച്ചിയുടെ അച്ഛന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. എന്തൊക്കെ അമ്മാവനാണോ? ഓക്കെ. ഞാൻ മറ്റേ ട്രെയിലറിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ? ഞാൻ വിചാരിച്ചു അമ്മാവന് ഉമ്മ കൊടുത്തൂടെ. അമ്മാവനും കൊടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വിശേഷങ്ങള് പേരില്ലൂരിന്റെ? എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ വെബ് സീരീസ് എന്ന് പറയുമ്പം എനിക്ക് സിനിമയായിട്ട് വലിയ വ്യത്യാസം തോന്നിയില്ല. ഞാനൊരു സിനിമ തന്നെ എന്ന് എനിക്ക് എൻ്റെ മനസ്സിലല്ലാതൊരു ഇത് ഏത് സ്ഥലത്ത് കാണിക്കുന്നു എന്നുള്ളതിൽ വ്യത്യാസം. എനിക്ക് ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ചില കുൽസിത പ്രവർത്തനങ്ങളും അയാളുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു ഗ്രാമത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഭയങ്കര അത് പലതും ഒരു കാരിക്കച്ചറിങ് സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന പോലെ ഗ്രാമങ്ങളിൽ കാണാമല്ലോ നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ അവരുടെ ഒരു ഒത്തുചേരലാണ്. അവിടെ ഈ ഗ്രാമത്തിൻ്റെ നൈർമല്യവും നർമ്മവും എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ ഒരു ഇഴയെടുപ്പങ്ങളുണ്ട്, അകൽച്ചകളുണ്ട്, പിന്നെ കുടുംബത്തിൻ്റെ ഒരു കഥയുണ്ട് ഇതിനകത്ത്. ഒരു 3-4-5 ഫാമിലികളിൽ നടക്കുന്ന. ഞാൻ അമ്മാവനാണ്, എൻ്റെ മരുമകളാണ്. അപ്പം അങ്ങനെ ഇവർക്കൊരു സ്റ്റോറിയുണ്ട്, അമ്മാവൻ്റെ ഒരു കഥയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് തന്നെ പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവർക്കൊക്കെ ഇതുപോലെ അതെല്ലാം കൂടെ ഭംഗിയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു നർമ്മമുണ്ട് അതിനകത്ത്. പലരുടെയും കഥകൾ കൂടി ചേർന്ന ഒരു നാടിൻ്റെ കഥ, അങ്ങനെ ഗ്രാമത്തിൻ്റെ കഥ. അതെൻ്റെ ഈ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നെ കൂടുതൽ പറഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ ദേഷ്യപ്പെടും. എൻ്റെ കഥ മുഴുവൻ പറഞ്ഞില്ലേ, ഇനി ആരെങ്കിലും കാണുമോ എന്ന് ചോദിച്ചാലേ. ഓക്കെ, നിഖിലയിലേക്ക് വരുമ്പോഴേക്കും ഇതുവരെ കണ്ടതിൽ നിന്ന് കുറച്ചുകൂടി
കോമഡി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു റോളായിട്ട് എനിക്ക് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തോന്നി, മാളവിക എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു, എങ്ങനെ ഇത് ചൂസ് ചെയ്ത് ഈ ഒരു ഓഫർ വന്നപ്പോഴേക്കും എന്താ അട്രാക്ട് ചെയ്തത്? ഇത് ദീപു ചേട്ടൻ വ്ലോഗിങ് ചെയ്യുമായിരുന്നു ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച്. ദീപു ചേട്ടൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ എപ്പോഴും എഴുതി വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും വായിക്കുന്ന കുറേ, നമുക്ക് ഇപ്പം ഇതിലുള്ള കുറേ ക്യാരക്ടേഴ്സിനെ എനിക്കിങ്ങനെ വായിച്ച് പരിചയമുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് വന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും കൂടെ കൂട്ടി ദീപു ചേട്ടൻ ഒരു കഥ ഉണ്ടാക്കിയതാണ് പെരില്ലൂർ പ്രീമിയർ ലീഗ്. അപ്പം അത് വായിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിൽ കഥാപരമായിട്ട് പറയുകയാണെങ്കിൽ കോമഡി ഇല്ലാത്ത ഒരാൾ ഞാനാണ്, പക്ഷെ എന്റെ ലൈഫ് സിറ്റുവേഷൻസ് ആണ് ഇതിനകത്ത് കോമഡി എന്നുള്ളതാണ്. ഹ്യൂമർ കോമഡി ഇല്ലല്ലോ എന്റെ കഥാപാത്രത്തിന്. നമ്മൾ കോമഡിക്ക് വേണ്ടി കോമഡി ഒന്നും കാണിക്കുന്നില്ല അതിനകത്ത്, അങ്ങനെ ഒരു ആരുമില്ല. കൂടുതൽ ഹ്യൂമർ പരിപാടികളുണ്ട്, പക്ഷെ നമ്മളുടെ സിറ്റുവേഷൻസ് ആണ് അതിനകത്ത് കൂടുതൽ ഹ്യൂമർ ആയിട്ട് വരുന്നതെന്നുള്ളത്. ട്രെയിലറൊക്കെ കണ്ടപ്പോഴേക്കും നമുക്കൊരു ഫൺ, അതെ ഫൺ, അത് അദ്ദേഹത്തിന്റെ എഴുത്തിലുള്ള ഫണ്ടുണ്ട്. അതായത് ഗ്രാമത്തിനെ പ്രസന്റ് ചെയ്യുമ്പം ഗ്രാമത്തിലുള്ള പലരുടെ സ്വഭാവങ്ങൾ അത് തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻ ഒക്കെ ഉണ്ടാകും, അതിനകത്തുള്ള ഹ്യൂമറാണ്. ഓക്കെ. ഇപ്പൊ ഗ്രാമത്തിന്റെ കഥകൾ എന്ന് പറയുമ്പോ ഇപ്പൊ കുഞ്ഞിരാമായണം ഇതും, അപ്പൊ ഗ്രാമമാണോ എഴുത്തിലൊരു വീക്ക്നെസ് ആയിട്ട് വരുന്നത്? അങ്ങനെയില്ല, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെറുകഥകൾ എഴുതാറുണ്ട്. അപ്പൊ കുറച്ചുകൂടെ നമ്മൾ കാണുന്ന കാഴ്ചകളും അല്ലെങ്കിൽ കാണുന്ന ക്യാരക്ടേഴ്സിന് എടുത്തിട്ടാണ് ചെയ്യുക. അപ്പൊ എളുപ്പമാണ്, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതാൻ എളുപ്പമാണ്. പിന്നെ കുറച്ചുകൂടെ കഥകൾ ഉണ്ടാവും എന്ന് തോന്നുന്നു ഈ ഗ്രാമങ്ങളിൽ, കുറച്ചുകൂടെ കഥകളും കുറച്ചുകൂടെ സിറ്റുവേഷൻസും ഉണ്ടാവും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഓക്കെ. ഇതിപ്പം എത്ര എപ്പിസോഡ്സ് ആയിട്ട്? 7 എപ്പിസോഡ്സ്. ഓക്കെ. നിഖില വിമലിലേക്ക് വരുമ്പോഴേക്കും ഇപ്പൊ പൊതുവെ ഇന്റർവ്യൂസിൽ ഇപ്പം തഗ്ഗടിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ ചേട്ടനാണെങ്കിൽ ആക്ട്രസിൽ നിഖില വിമലാണ് തഗ് ലേഡി എന്ന് പറയുന്ന ഒരു കിംവദന്തി പൊതുവെ ഞങ്ങളുടെ ഈ ആങ്കേഴ്സിന്റെ ഇടയിലുണ്ട്. പറയുന്നു അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ എന്തിനാ യോജിക്കണേ? അല്ല, എന്റെ അഭിപ്രായം. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. കാരണം നമ്മൾക്ക് നിഖില ആണെന്ന് പറയുമ്പോ നിഖില ഞങ്ങളെ പൊരിക്കും. ഇല്ല, അത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പോലെ ഇരിക്കും. മേടിക്കാനുള്ളതാണേ നിങ്ങൾ മേടിക്കാം. അങ്ങനെ എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല കൊടുക്കണം. അങ്ങനെ കൊടുത്തു പോകുന്നതാണ്. അറിയാണ്ട് വരുന്ന കൗണ്ടറുകളിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ വേണമെന്ന് വിചാരിച്ചിട്ട് നിന്ന് ഇയാളെ റോസ്റ്റ് ചെയ്യാം അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്യുന്നതല്ല. ഓക്കെ. ഒരു പ്രീസ്റ്റിന്റെ സമയത്താന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ആങ്കർ ചോദിക്കുകയാണ് മമ്മൂക്കയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ നിഖില പറഞ്ഞു, എന്തുകൊണ്ട് മമ്മൂക്കയുടെ അടുത്ത് നിഖിലയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് അങ്ങനെ ചോദിക്കാറില്ലല്ലോ. അപ്പൊ ഒരു വെറൈറ്റിക്ക് ചോദിക്കാണ്, എങ്ങനെ ഉണ്ടായിരുന്നു നിഖില കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എനിക്ക് എന്റെ സ്വന്തം കുട്ടിയെപ്പോൾ തന്നെ ഇവിടെ തോന്നുന്നത്. അല്ല, നമ്മൾ ഇനി ഒന്നടി എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയാമല്ലോ. അങ്ങനെ ഞാൻ വിളിക്കും ആരെങ്കിലും. ഞാൻ ആരെയും ഇങ്ങനെ എടി പൊടി എന്ന് വിളിക്കാറില്ല. പക്ഷെ ചിലപ്പോൾ നിഖിലെ ഞാൻ വിളിക്കും ഇനി അങ്ങനെയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം തോന്നുന്നു. അത് അല്ലാതെ നിഖില എന്നെ എടിയെന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഞാൻ എടിയെന്ന് നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടല്ല. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ എന്താണെന്നറിയില്ല. എനിക്ക് സെറ്റില് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻസ് എനിക്കും കുട്ടേട്ടനുമാണ്. അപ്പം എനിക്കും സംസാരിക്കാൻ വേറെ ആരുമില്ല, കുട്ടേട്ടനും സംസാരിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വളരെയധികം സംസാരിച്ച് നമ്മൾ കമ്പനി ആയത്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ സീരീസിന്റെ ഇങ്ങനെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പേജസ് ഉണ്ടാവല്ലോ, അതിൽ പെട്ടെന്ന് കണ്ടതാ നിഖില വിമൽ രാഷ്ട്രീയത്തിലേക്ക്. എന്നിട്ട് ആ ഒരു പിക്കും രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ്. പക്ഷെ എങ്ങനെ എത്തുന്നു, രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ആണ്. അപ്പോ അതിലൊരു രസമുണ്ട്, അതിലൊരു ഫണ്ണുണ്ട്. അത് നമ്മുടെ ട്രെയിലർ കാണുമ്പോ എവിടേക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ പൊതുവെ ഇങ്ങനെ തുറന്നു പറച്ചിലുകളും ഭയങ്കര സ്ട്രോങ് ആയിട്ട് റിപ്ലൈ ഒക്കെ കൊടുക്കുന്ന ആളാണല്ലോ. അപ്പൊ പൊതുവെ ആൾക്കാർക്ക് അങ്ങനെ ഒരു തോട്ടുണ്ട് നിഖില വിമലിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഞാനത് എപ്പോഴും പറയുന്നതാണ്. അതായത് എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്, അല്ലാതെ ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബേസിസിൽ പ്രവർത്തിക്കുന്ന ആളൊന്നും അല്ല. അപ്പൊ എന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത് എനിക്കുണ്ട്. അത് പറയേണ്ട സമയമാണെങ്കിൽ നമ്മൾക്കത് പറയാം എന്നുള്ളതല്ലാതെ എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം എന്നൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഭാവിയിൽ ഇങ്ങനെയുള്ളൊരു മാലയ്ക്കിട്ട് നമ്മളെ സ്ഥാനാർത്ഥിയുടെ കാണും. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റും. എനിക്ക് നമുക്ക് ഈ ഘോരഘോരം പ്രസംഗിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് പറ്റും തോന്നുന്നില്ല.
അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആ തരത്തിൽ എനിക്ക് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എന്റെ മേഖല ആയിരിക്കില്ല പൊളിറ്റിക്സ് എന്ന് തോന്നുന്നു. അല്ല, അഥവാ ഇനി ഒരു പൊളിറ്റിക്സ് വരികയാണെങ്കിൽ ഇത് പ്രയോജനപ്പെടും ഷൂട്ടിങ്. അതെ, നമുക്ക് വലിയൊരു ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രചരണമൊക്കെ ഉണ്ട്. പ്രചരണത്തിനൊന്നും അറിയാൻ മേലാക്കാൻ നിൽക്കുമ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതൊക്കെ ഇനി വേണമെങ്കിലും ഇനി ഉപയോഗിക്കാം. അതെ, ഇത് ഞാനൊരു മറ്റേ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. അതെ. ഓക്കെ, ഇതിൽ മറ്റ് ആക്ടേഴ്സ് ഇപ്പോൾ സണ്ണി ചേട്ടൻ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അശോക് ഏട്ടൻ ഇതിനു മുന്നേ ഒരു ഹോട്ട്സ്റ്റാറിന്റെ വെബ് സീരീസ് ചെയ്തായിരുന്നു. അപ്പം അവരുടെയൊക്കെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എങ്ങനെയാണ്? സണ്ണി ചേട്ടനാണല്ലോ പേരായിട്ട് വരുന്നത്. അതെ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഒരു സിനിമേനേക്കാൾ കൂടുതൽ അവർക്കൊക്കെ സീരീസ് ആകുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആസ് എ റൈറ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ടർക്കാണെങ്കിലും അവരേനൊക്കെയും അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് അഭിനയിച്ചവർക്കും അതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റ് ആണത് സീരീസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്, ഇവരൊക്കെയും കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് കാണുന്ന ഫസ്റ്റ് എപ്പിസോഡിൽ കാണുന്ന ഓരോരുത്തരും ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഇവരെ ഇപ്പൊ മെയിൻ ക്യാരക്ടേഴ്സിനെ വരെ പ്രശ്നത്തിൽ കൊണ്ട് പെടുത്തുന്ന അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അശോകൻ ചേട്ടൻ, സണ്ണി വെയിൻ, പിന്നെ അദ്രി, സച്ചിൻ ചെറുകയിൽ, അജു വർഗീസ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ആളുകളുണ്ട്. ശരത് സഭ ഉണ്ട്, അരുൺ പ്രദീപ്, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവർക്കൊക്കെയും ഇതിനകത്ത് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യാനുണ്ട്. ഓക്കെ, ആ ട്രെയിലർ കണ്ടപ്പോൾ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യമാണ് പെണ്ണ് കാണൽ വേണ്ട ആണ് കാണൽ മതി എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് ട്രൈ ചെയ്തിട്ടുണ്ടോ ഈ വെബ് സീരീസ്? അത് കഥാപരമായിട്ട് വരുന്നതാണ്. അതെങ്ങനെ അതിലേക്ക് ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ആ മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്ന ഒരു ഡിസിഷൻ ആണത്. ഈ സീരീസിൽ മാളവിക അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആണ് കാണലും മതി. അപ്പൊ റിയൽ ലൈഫിൽ നിഖില വിമൽ എന്താ പ്രശ്നം? ആണ് കാണലും വേണ്ട, പെണ്ണ് കാണലും വേണ്ട, രണ്ടും വേണ്ട. ഭാവിയിൽ നിഖില വിമലിന്റെ മാരേജിന് ആണ് കാണൽ വെറൈറ്റിക്ക് അത് കണ്ടു കാണും ചിലപ്പോ അല്ലേ, ജീവിതത്തിൽ കണ്ടു കാണുന്ന ഒരാളാവായിക്കോടെ, അങ്ങനെ ആവാമല്ലോ, അല്ലെ കാണാത്ത ഒരാളാവാം. അതിനുവേണ്ടി ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ വേണ്ട എന്നുള്ളതല്ലേ അല്ലേ ഉദ്ദേശിച്ചത്? ആണല്ലോ അല്ലേ? ഓക്കെ, ഞാൻ വേറൊരു ഇന്റർവ്യൂല് പറയുന്ന കേട്ടായിരുന്നു LLBക്ക് എന്തോ ചേർന്നിട്ടുണ്ട്. ചേർന്ന് ഞാൻ എപ്പോഴാ ഓർക്കണേ, അതേ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ഒന്നും ആയിട്ടില്ല. ആപ്ലിക്കേഷൻ ഒക്കെ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി എപ്പോഴും എക്സാം ഉണ്ട്, അപ്പൊ പോയി പഠിച്ചു പോയി എഴുതണം. ഓക്കെ, അതെനിക്ക് തോന്നുന്നു ഇപ്പൊ ചിലപ്പോ ഇത് ഇറങ്ങി കഴിയുമ്പോ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തും. നിഖില വിമൽ LLBയും കൂടി ഇല്ല. അതായത് എൻ്റെ അച്ഛൻ്റെ അനിയത്തി വക്കീലാണ്. അപ്പം കുഞ്ഞാൻ്റിക്ക് വീട്ടിലെല്ലാവരെയും LLB പഠിപ്പിക്കണം എന്നൊരു ഭയങ്കരമായ ആഗ്രഹമുണ്ട്. അപ്പം ആര് വഴി നമ്മുടെ കസിൻസ് ആര് പോയാലും കുഞ്ഞാൻ്റി ഒരു LLB എടുക്കുന്നു എന്ന് ചോദിക്കും. അങ്ങനെ അവസാനം ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ എന്നാ പിന്നെ ശരി LLB എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞാൻ്റി ജോയിൻ ചെയ്യിപ്പിച്ചാണ്. അപ്പം ഞാനുണ്ട്, കുഞ്ഞാൻ്റിയുടെ മോള് BAMS കഴിഞ്ഞ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ചേച്ചി പഠിക്കുന്നുണ്ട്, വേറെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യണ ഒരു ചേച്ചി LLB പഠിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പൊ കൂട്ടത്തോടെ LLB പഠിപ്പിക്കുന്നതാണ്. അപ്പം പഠിച്ചു പോകുമായിരിക്കും. ഓക്കെ, ഈ പേരല്ലൂർ പ്രീമിയർ ലീഗിന്റെ ലൊക്കേഷനിൽ ഇപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് ഫണ്ണി എലമെന്റ്സും ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിനെന്തെങ്കിലും നമ്മളുടെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന സിനിമ ഇതിന്റെ കഥ പറയേണ്ടി വരും. ഇവിടെ വന്ന് കേറിയപ്പോഴേ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം, കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരും കേട്ടോ. അപ്പൊ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മതിയാവും. വേണമെങ്കിൽ ഒരു ഫണ്ണി മൊമെന്റ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരു പോത്തുണ്ടായിരുന്നു സിനിമയില്. പോത്തിനെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട, നമ്മളത് ആ പോത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പേ ക്രൂവിന്റെ ഭാഗമായിട്ടുള്ള ഒരു പോത്താണ്. അതായത് പോത്തിനെ വാങ്ങിച്ച് അതിനെ വളർത്തി ഷൂട്ട് നടക്കുമ്പോൾ അത് അവിടെ പുറകിലുണ്ടാവും. എല്ലാവരോടും ഭയങ്കര അണക്കമുള്ള ഒരു പോത്ത്, മാണിക്കുന്നായിരുന്നു പേര്. പോത്തിന്റെ പേരൊക്കെ ഇട്ട് നമ്മൾ വളർത്തുന്ന പോത്തായിരുന്നു. അങ്ങനെ ആ പോത്തിനെ ഷൂട്ട് ചെയ്യാൻ കൊണ്ടുവന്നിട്ട് രാവിലെ മുതൽ ഉച്ചവരെ കണ്ട് ഷൂട്ട് ചെയ്ത് വെറുപ്പിച്ചപ്പം പോത്ത് വേറെ ദേഷ്യം വന്നു. പോത്ത് ഒന്ന് ചെറുതായിട്ട് വരണ്ടു. നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ, വിശക്കുന്നു അല്ലെങ്കിൽ നിർത്തണം എന്നൊക്കെ. അതിന് പറ്റാത്തതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് വരണ്ട് വരട്ടി മൊത്തം സെറ്റിനെ ഒന്ന് വരട്ടി എല്ലാരും
അതായത് ഒരു ക്രൗഡ് സീക്വൻസ് ആയിരുന്നു. എല്ലാരും 4 പാടും ഓടി, അത്രയും ബഹളം നടന്നായിരുന്നു. ഞാനില്ലേ, നമ്മളൊക്കെ കാരവനിലായിരുന്നു. ചെറിയൊരു അത് പോയി ഒരു വീട്ടിൽ പോയി ഇന്നപ്പോ അവർക്ക് പക്ഷേ വെള്ളം കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ സംഭവം. പക്ഷെ ആ ഏരിയ മുഴുവൻ ഒന്ന് പേടിപ്പിച്ചു. ഓക്കെ, അപ്പൊ മറ്റേ ഇത് എഴുതി കാണിക്കണമായിരിക്കും അല്ലേ ഇതിന്റെ ചിത്രീകരണ സമയത്ത് മൃഗങ്ങളും മനുഷ്യരും? അത് പിന്നെ എന്തായാലും റൂളാണല്ലോ, നമ്മൾ ഒരിക്കലും അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, മറ്റേ തുറന്നു പറയാൻ പറ്റാത്ത മൃഗങ്ങളല്ലേ. ഓക്കെ, ഞാൻ ഇതിന് ട്രെയിലർ യൂട്യൂബിൽ കണ്ടപ്പോൾ കുറെ കമന്റ്സ് കണ്ടു. തിയേറ്ററിൽ ഇറങ്ങുമ്പോ ഷുവർ ഷോട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. കുറെ നാൾക്ക് ശേഷം ഒരു ഡിഫറെന്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് ഇതൊരു വെബ് സീരീസിലേക്ക് മാറ്റിയത്? അത് വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് ആലോചിച്ചത്. അതിനെ ഈ ഒരു പറഞ്ഞല്ലോ. അപ്പോ പിന്നെ ഇത്രയും വലിയൊരു ഒരുപാട് കഥാപരമായിട്ട് ഒരുപാട് 3 സിനിമയുടെ ലെങ്ത് ഉണ്ടായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തിനെ നമ്മൾ മറ്റേ ചെറുതാക്കാൻ പറ്റില്ല. പിന്നെ സിനിമയും വെബ് സീരീസും രണ്ടാണ്. നമ്മളിപ്പോ ഒരു സിനിമയുടെ സബ്ജക്റ്റിനെ വലിച്ചു നീട്ടി വെബ് സീരീസ് ആക്കിയാൽ അത് ബോറടിക്കും. അല്ലെങ്കിൽ വെബ് സീരീസിനെ നമ്മൾ ചുരുക്കി സിനിമയാക്കുമ്പോൾ അതിന്റെ അറ്റവും മൂലമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ശരിക്കും ഇത് ഒരു വെബ് സീരീസിനുള്ള കണ്ടന്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഐഡന്റിറ്റി ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും അവരുടേതായ കഥകൾ പറയാനുണ്ടാവും. ചിലപ്പം സിനിമയാവുമ്പം ഇത്രയും ക്യാരക്ടേഴ്സിനെ എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ 2-3 പേരെ പിടിച്ച് ചിലപ്പോൾ പോകേണ്ടി വരും. ഒരു വെബ് സീരീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇതില്ലാന്ന് തോന്നുന്നു. ഓക്കെ, വേറൊന്നുണ്ട്. ഒരു 7 എപ്പിസോഡ് എന്ന് പറഞ്ഞില്ലേ, ഒരാളൊരു എപ്പിസോഡ് കണ്ടിട്ട് പിന്നെ കാണാം എന്ന് വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അടുത്തും കൂടെ കാണാം, അല്ലെങ്കിൽ അടുത്തും കൂടെ കാണാം എന്നൊരു എപ്പോഴും തോന്നുന്ന ഒരു രീതിയിലായിരിക്കും ഓരോ എപ്പിസോഡിനുള്ള സംഭവങ്ങൾ. അങ്ങനെ അപ്പം അടുത്ത് കാണാനൊരു ഉദ്വേഗം ഉണ്ടാകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എനിക്ക് തോന്നിയിരിക്കുന്നത്. എനിക്ക് ഹോട്ട്സ്റ്റാറിന്റെ വെബ് സീരീസ് ഒക്കെ ഭയങ്കര പ്രോമിസിംഗ് ആണ്. ഇതിന് മുന്നേ വന്നിട്ടുള്ള എല്ലാം. അപ്പൊ ഇതും ഷുവർ ഷോട്ട് ആയിരിക്കും. നമുക്ക് ട്രെയിലറിൽ അത് പക്ക പ്രോമിസിംഗ് ആണ്. അവസരത്തിന് അനുയോജ്യമായിട്ട് ചോദിക്കുന്നെന്ന് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റൊരു ഫിലിമിന്റെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇങ്ങനെ മമ്മൂക്ക പറയുന്ന കേട്ടോ, മമ്മൂക്കേനെ മമ്മൂസ് എന്ന് വിളിക്കാൻ ഭയങ്കര ഫ്രീഡം ഉള്ള ഒരാളാണ് വിജയരാഘവൻ ചേട്ടൻ. ഞാനങ്ങനെ വിളിച്ചതേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു ഞാൻ എൻ്റെ കൂടെ പഠിച്ച ആളാ ജോഷി, ഡയറക്ടർ ജോഷി. ഞങ്ങളൊരു അറിയാമല്ലോ, ഒന്നിച്ച് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതൊക്കെ അറിയാം. അത് ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. ജോഷി വന്നു പോയത്. പക്ഷെ ആ ജോഷിയെ ഞാൻ ആസ് എ ഡയറക്ടർ അയാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കലും കയറി എടാ ജോഷി ഞാൻ വിളിക്കാറില്ല. അതെന്റെ മര്യാദ, മനസ്സിലായ? എന്ന് പറഞ്ഞ പോലെ നമ്മള് അവിടെ വരുമ്പോൾ അയാൾ ഡയറക്ടറാണ്, മനസ്സിലായില്ല? ആ ഒരു രീതി എപ്പോഴും നമ്മൾ ഉണ്ടാവുമല്ലോ. അതെ, നമ്മള് ആ ഒരു ഇതിൽ ശരിക്കും നിങ്ങളുടെ ആ ഒരു സൗഹൃദത്തിന്റെ ഒരു ആഴം നമുക്ക് കാണുന്നവർക്ക് ഫീൽ ചെയ്തു. എന്ന് പറഞ്ഞാലും മമ്മൂസിനെ എനിക്ക് മമ്മൂട്ടി വിളിക്കാൻ പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു മര്യാദ ഇല്ലേ? എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാള്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് നാളെ അയാൾ മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ ഒരു മന്ത്രിയായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദാഹരണം ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാ, വളരെ ഒന്നിച്ച് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. പുള്ളി രണ്ട് രാഷ്ട്രീയമായിരുന്നേ ഉള്ളൂ. എനിക്ക് എന്താ അടിക്കുക ഞാനിപ്പോ. അയാള് വേറെ പ്രശ്നം, അങ്ങനത്തെ ബന്ധമല്ലല്ലോ അയാൾക്ക് പൊതുസമൂഹത്തിലുള്ളത്. അതിനെ മാനിക്കേണ്ടത് എന്റെ കടമയാണ്, അല്ലേ? അതുപോലെ തന്നെ മമ്മൂസ് എന്ന് വിളിക്കുന്നവരും എല്ലാ സ്നേഹത്തോടു കൂടിയും എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും എന്നെ മമ്മൂട്ടി അതുപോലെ തന്നെയാണ്. അല്ല കുട്ട എന്ന് വിളിക്കുന്നതിന്റെ എല്ലാം തികഞ്ഞ സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്. ഓക്കെ, സൂപ്പർ. നിഖിലയിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ പറഞ്ഞല്ലോ, ആങ്കേഴ്സിനൊക്കെ ഇങ്ങനെ ഇരുത്തി പൊരിക്കുന്ന ഒരാളാണ്. അപ്പോൾ പല ഇന്റർവ്യൂസും ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല ചിലപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞ് ചില പേജസിലൊക്കെ വരുമ്പോൾ അത് വളച്ചൊടിക്കപ്പെടുന്നതായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? ഇനി എന്തെങ്കിലും പറയുമ്പോൾ ഇനി അവർ വളച്ചൊടിക്കപ്പെടുവോ? അങ്ങനെ കോൺഷ്യസ് ആയിട്ടാണോ സംസാരിക്കുന്നത്? അല്ല, നമുക്കങ്ങനെ കോൺഷ്യസ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് നേരത്തെ അറിയണം, അതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വരണം, അങ്ങനെയൊക്കെ ചെയ്യണം. അതിനൊന്നുള്ള എഫേർട്ട് എടുക്കാൻ എനിക്ക് വയ്യ. ഇപ്പൊ ചോദിക്കുന്നത് തന്നെ അതെന്താ ചോദിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ പറയണതേ ഉള്ളൂ. അത് എന്താ അങ്ങനെ വരികയെന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പറയാൻ പാടത്ത് എന്തെങ്കിലും. ഇന്നലെ പ്രൊമോഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു പുതിയത് എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട്
ഓക്കെ, പക്ഷെ ഇതിലങ്ങനെ പുതിയതൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, ആർക്കെങ്കിലും കിട്ടുമായിരിക്കും. ഓക്കെ, നമ്മൾ തിരിച്ച് വെബ് സീരീസിലേക്ക് വരുമ്പോഴേക്കും ഇത് പ്രേക്ഷകർ കാണാനുള്ള ഒരു 3 റീസൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർ. ഞാനോ? എല്ലാരും ഞാനുള്ളതുകൊണ്ട് കാണണം എന്നാണ് എൻ്റെ എന്നാ ഞാൻ ഉള്ളതുകൊണ്ട് ഇത് ഞാൻ എഴുതിയോണ്ട് കാണണം. ഏതായാലും ഞാൻ ഇന്റർവ്യൂ എടുത്തോണ്ടല്ലോ. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് ഈ എന്റെ കഥാപാത്രം ഇപ്പൊ കണ്ടില്ലേ രൂപത്തിലൊക്കെ കുറെ അതെ, വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ തലമുട്ട അടിച്ചു. ആ എന്നെ കണ്ടപ്പോ തന്നെ ആരും സംശയിച്ചില്ല. മറ്റേതെല്ലാം കണ്ടിട്ടുള്ളൂ എന്നെ. അതെ, മറ്റേ വേറൊരു അമ്മൂമ്മ എങ്ങോട്ട് വന്ന് ചോദിച്ചില്ലായിരുന്നോ, എന്റെ ഇത്രയും പ്രായമായി പോയി, നല്ലോണം വയസ്സായല്ലോ എന്നൊക്കെ. ഗെറ്റപ്പില് കണ്ടിട്ട് അങ്ങനെ മുട്ടയടിച്ചല്ല അവിടെ ലൊക്കേഷനിലൊക്കെ ഫുൾ മുട്ടയടിച്ചു. ഇവിടെ സൈഡിൽ മുടി അത് മാത്രമേ ഉള്ളൂ വെച്ച് പിടിപ്പിക്കുന്നത്. അത്ര ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമല്ലേ. ഒരു പ്രായമുള്ള ഒരാള്, പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അയാളുടെ ചില പ്രത്യേക സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് എപ്പോഴും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ അതൊരു സിനിമയിൽ അഭിനയിക്കുക അഭിനയം എന്നുള്ളതിന്റെ സുഖമാണ്. പണം കിട്ടുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിൻ്റെ ഒരു സുഖമുണ്ട്. ആ സുഖം ഞാൻ അനുഭവിച്ച് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ നിഖിലൊക്കെ എൻ്റെ കുട്ടിയെ പോലെ, എൻ്റെ മോനെ പോലെ, മോളെ പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം തോന്നുന്നുണ്ട് അവിടെ എല്ലാവരുമായിട്ടും. അതെ കേട്ടോ, നമ്മുടെ കൂടെയുള്ള എത്രയോ ദിവസം, ഞാൻ തന്നെ 35 ദിവസത്തോളം അഭിനയിച്ചു. 35-36 ദിവസം മൊത്തം ഷൂട്ടിങ്. 35 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. അത്രയും ദിവസം എല്ലാവരുമായിട്ടും അതുപോലെ. പിന്നെ ഒരു ഗ്രാമത്തിലാണ് നല്ല ആൾക്കാര്. അതൊരു ഒരു കവലയുണ്ട്, ഇങ്ങനെ 3 കൂടുതൽ വഴിയാ. നടുക്ക് ഒരു കോർണറിൽ കുറച്ച് കടകൾ, ഇങ്ങേപ്പുറത്ത് കട, ഇങ്ങനെ. ആ കടക്കാരൊക്കെ എത്രയോ ദിവസം ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചു. അവരുടെ കട മാറുന്നേ കടക്കാരനെ അങ്ങോട്ട് മാറി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ അടി വെച്ചു തരും. പക്ഷെ നല്ല നാട്ടുകാരാ. വയനാട്ടിലെ അതിന്റെ പേര് അയ്യോ, നല്ല മനുഷ്യരാ അവര്. അവിടെ എല്ലാം നമുക്ക് വേണ്ട സഹായം ചെയ്യുന്നു. മാത്രമല്ല അവരുടെ കച്ചവടമൊക്കെ മാറ്റി വെച്ചിട്ട് ശരി അങ്ങനെ മാറി നിൽക്കാൻ അവർ മാറി കടയൊക്കെ തുറന്നിട്ടിരിക്കുക നമുക്ക് വേണ്ടിട്ട്. അത്രയും നല്ല ആൾക്കാര്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ജീവിക്കാൻ പറ്റുന്ന വലിയൊരു സിനിമയെന്നൊക്കെ വിട്ടിട്ട് ഒരു ലൈഫ് നമ്മൾ ആസ്വദിക്കുന്നു. നമ്മൾ അവരിൽ ഒരാളാകുന്നു. അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത്രയും നേരത്തേക്കാണെങ്കിലും അവരുടെ എല്ലാം മാറ്റി വെച്ചിട്ട് അവർ 2 ദിവസം കഴിയുമ്പോൾ, ഒന്നാമത് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ബോറടിക്കും. അവിടെ കാറ വയ്ക്കുന്നു, ഇതെടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നു. ഇതൊക്കെയല്ലേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ ഷോട്ടുകൾ ആസ്വദിക്കത്തക്ക സംഭവമൊന്നും ഇല്ലല്ലോ. പക്ഷെ അവരതെല്ലാം ആസ്വദിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് എത്രയോ ദിവസം നമ്മളോടൊത്ത്. അത് എല്ലാ സ്ഥലങ്ങളും, പ്രത്യേകിച്ച് ഇവിടെ വയനാട്ടില് പ്രദേശങ്ങളൊക്കെ കുറെ ഏറ്റവും കൂടുതൽ അവിടെയായിരുന്നു അല്ലേ. പിന്നെ കുറെ വീടുകളൊക്കെ ആയിരുന്നു. എവിടെ ചെന്നാലും അതെ ആൾക്കാർ ഭയങ്കര സഹകരണം. സിനിമക്കാരെ കലാകാരന്മാരെ ഇത്രയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നതാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താ? നമ്മളെ സ്നേഹിക്കുന്നുള്ളത്. വ്യക്തിപരമായിട്ട് ആത്യന്തികമായിട്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ വിജയം അൾട്ടിമേറ്റ് എന്താ വെച്ചാൽ സ്നേഹിക്കുക എന്നുള്ളത്. സ്നേഹിക്കപ്പെടുക എന്നുള്ളത്. അച്ഛനാണെങ്കിലോ അല്ല അമ്മയാണെങ്കിലും അല്ലെ സഹോദരനാണെങ്കിലും കാമുകനോ കാമുകി ആരും എന്നെ സ്നേഹിക്കണം, എന്നെ ഇഷ്ടപ്പെടണം. അതാണ് നമ്മളെ ഒരു ഏറ്റവും വലിയൊരു അവസ്ഥയായിട്ട് മനുഷ്യന്റെ. അത് കലാകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. നമ്മളിപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞ് ഇത് കാണാൻ വരുന്നു, എന്താണ് വരാൻ പോകുന്നത്, ഇവരിൽ നിന്ന് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടം തോന്നുന്നു. ആർക്കും നമ്മൾ വിരോധമില്ലല്ലോ. ഞാനൊരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ പോലും എനിക്കൊരു വിഭാഗത്തിൽ എന്നോടൊരു എതിർപ്പ് തോന്നും അല്ലേ, കണ്ടിട്ടില്ലെങ്കിൽ പോലും. ഇതിപ്പോൾ കാണാത്തവർക്കും പരിചയപ്പെടുന്നവർക്കും സിനിമ നടന്ന കേട്ടോ. സിനിമ കണ്ടില്ല ആരാ സിനിമ നടന്ന എന്തോ ഒരു സ്നേഹമില്ലേ നമ്മളോട്. അത്രയും ആവോളം സ്നേഹം കിട്ടുന്ന ഒരവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമല്ലേ. അതൊക്കെ അവിടെ പോയപ്പോൾ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. അതാണ് ഈ സിനിമയ്ക്ക് തോന്നിയ സുഖം. അതെ, കേട്ടപ്പോ നമുക്കൊരു സുഖം. ഇപ്പോ ചേട്ടനിലേക്ക് ഒരു ചോദ്യം കൂടി. ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളും ഇപ്പൊ ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ, അതാണ് ആസ്വദിച്ച് ചെയ്യുന്നത് അല്ല? ഞാൻ ഒന്നാമത്തെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അത് വില്ലനാണ്, ഇത് കോമഡിയനാണ്, അത് നായകനാണ് എന്ന് വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ആ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ അതിനോട് എത്ര മാക്സിമം അതെങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നിലേക്ക് ഞാൻ എത്തിക്കുക ചെയ്യുന്നത്. അപ്പം ആ ആളിന് വേണ്ട
അവസ്ഥാവിശേഷങ്ങളൊക്കെ എന്നിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ നോക്കുക എന്നുള്ളത്. അതിനകത്ത് എനിക്കങ്ങനെ ഇപ്പം ഒരു വില്ലനായിട്ട് അഭിനയിക്കാൻ അയാൾ എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ സിനിമയിലാണ് ഹീറോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അയാളും ചെയ്യുന്നത്. ഹീറോ തല്ലും ഇയാളും തല്ലും, ഹീറോ പ്രണയിക്കും ഇയാളും പ്രണയിക്കും. പക്ഷെ ചിലപ്പോൾ ഇതിലോട് പ്രണയം കാണുകയല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള വ്യത്യാസമേ ഉള്ളൂ. ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് അയാൾ മോശക്കാരനാകുന്നത്. ഞാൻ ഏത് ക്യാരക്ടർ ചെയ്തപ്പം വില്ലനായിട്ട് ചെയ്യുമ്പോൾ ഞാനത് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അല്ല എനിക്ക് ആ വില്ലനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചില കഥാപാത്രത്തോട് നമുക്കൊരു വൃത്തികെട്ട കഥാപാത്രം നമുക്ക് സ്വയം തോന്നുന്ന കഥാപാത്രം, സ്റ്റോപ്പ് വയലൻസ് എന്നൊക്കെ പടമുണ്ട്, അതിനകത്തൊരു വൃത്തികെട്ട മനുഷ്യനയാള്. അപ്പൊ അയാൾക്ക് നമുക്ക് അറിയാം വൃത്തികെട്ടവനാണ്. അപ്പൊ ആ വൃത്തികെട്ടവനായിട്ട് ചെയ്യുന്നതിനകത്തുള്ളൊരു സുഖമുണ്ടല്ലോ. അപ്പൊ നമ്മള് കയ്പ് കുടിക്കുകയല്ലേ, കയ്പ് കുടിക്കുമ്പോൾ കയ്പല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ലല്ലോ. മദ്യം കഴിക്കുമ്പോൾ എന്താ, മദ്യം കഴിക്കുമ്പോൾ മദ്യത്തിന്റെ രുചി ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷെ ഇത് ഇറങ്ങിച്ചെന്ന ഒരു സുഖമുണ്ട് എന്ന് പറഞ്ഞ പോലെ അത് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ നടന്നത്. അല്ലാതെ ഞാൻ വില്ലൻ ചെയ്തു, നായകൻ ചെയ്തു, പാവനാണ് എന്ന് പറയുന്ന പോലെ അല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഹ്യൂമർ ക്യാരക്ടേഴ്സ്. എനിക്ക് തോന്നുന്നു ഇപ്പം മേലെപ്പറമ്പിൽ ആൺവീട്ടിൽ ഞാൻ ഹ്യൂമറായിട്ട് ചെയ്തിട്ടില്ല, ഞാൻ വില്ലനായിട്ട് ചെയ്തിട്ടില്ല, ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടില്ല, ഒന്നിനുമില്ല. അങ്ങനെ എന്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ നുണ പറയല്ല, അങ്ങനെയല്ല ഞാൻ ഇപ്പം ഇതിനകത്ത് ഞാൻ ആ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ആയാലും അയാൾ എങ്ങനെയായിരിക്കും എന്ന് അങ്ങനെ ഞാൻ കൺസീവ് ചെയ്യുന്നത്. അതിലൂടെ കാണുന്നവർക്ക് തമാശ ഉണ്ടാകും, ഞാനത് ആസ്വദിക്കുന്നു ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. അതാണ് കുട്ടേട്ടൻ അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടുകളുമുണ്ട്. ഇപ്പം നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടും അത് കാണുന്ന ആൾക്കാർക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇപ്പം ഇതിനകത്ത് വേണ്ടുന്ന ഈ പറയുന്ന വിഗും അതിന് വേണ്ടുന്ന പ്രോസ്തെറ്റിക് പരിപാടികളും ഒക്കെ കുട്ടേട്ടൻ സമയമെടുത്ത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്യും. എന്തായാലും എനിക്ക് ഞാനാകാൻ പറ്റും. വേറെ ആള് പറയാ നിങ്ങൾ ഇങ്ങനത്തെ മീശ വയ്ക്കുക അല്ല ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അത് ആദ്യമേ ഞാനൊരു ക്യാരക്ടർ എൻ്റെ മനസ്സിലൊരു ഒരു രൂപം ഉണ്ടാവും ഏകദേശം. അപ്പോൾ ഞാൻ പറയാം എൻ്റെ മീശ അങ്ങനെ ആവട്ടെ, എൻ്റെ മുടി ഇങ്ങനെ ആവട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് അതാകാൻ പറ്റും. അതായത് ആ കഥാപാത്രത്തിൻ്റെ അംശങ്ങൾ എന്നിലേക്ക് എത്തിക്കാൻ ഞാൻ ചെയ്യുന്നത്. അതിന് ഈ പറഞ്ഞ മേക്കപ്പ് മാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. പക്ഷെ എൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു സ്കെച്ച് ഉണ്ടാവും, എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു ചട്ടുകാലൻ വലത്തെ കാല് ചട്ട് വേണം, എനിക്ക് ചിലപ്പോൾ വലത്തെ കാല് ചട്ട് അഭിനയിക്കാൻ ബുദ്ധിമുട്ട്, എനിക്ക് ഇടത്ത് കാലിലായിരിക്കും സൗകര്യം. മനസ്സിലായി? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എൻ്റെ സൗകര്യത്തിനേ പറ്റുള്ളൂ. അപ്പൊ അതായത് ഇപ്പം ചേട്ടൻ ചെയ്യുന്ന ഇങ്ങനത്തെ മേക്ക് ഓവേഴ്സ് ഒക്കെ ചേട്ടൻ തന്നെയാണ് ഐഡിയാസ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആന്റണിയിലെ ക്യാരക്ടർ, ഇപ്പൊ പൂക്കാലത്തിലെ ക്യാരക്ടർ എല്ലാം ഒരു ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പീത്തിലെ ക്യാരക്ടറും ഒക്കെ പക്ഷെ എല്ലാം ഡിഫറെന്റ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ഈ പറയുന്ന വിഗും മേക്കപ്പും ഇതും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് പറയാൻ നമുക്കത് കാണുമ്പോഴും ആ ഒരു ഫീല് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് എടുക്കുന്ന എഫേർട്ട്. ആന്റണി പടത്തിന് തലേ ദിവസം ഞാൻ അഭിനയിക്കാൻ ഇരുന്നപ്പോഴേ അപ്പൊ എന്നോട് ഇങ്ങനെ കണ്ണ് കാണാൻ മേലാത്ത ആളാന്ന് പറഞ്ഞു. ഞാൻ കണ്ണ് കാണാൻ എന്നെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് കേൾപ്പിച്ചു. ഞാൻ കണ്ണ് കണ്ടുകൂടാ. അവറാൻ എന്ന് പറഞ്ഞ പേര്, അവറാൻ സിറ്റി എന്ന് പറഞ്ഞാൽ ഇയാളെ വിളിക്കുന്ന അവറാൻ സിറ്റി എന്നാണ്. ഇയാളുടെ പേരും അവറാൻ സിറ്റി എന്നായി. പക്ഷെ ഇയാള് ഇപ്പം കണ്ണ് കണ്ടുകൂടാ, കുറേ നാളായിട്ട്. എന്നെ തന്നെ കണ്ണ് കാണാൻ മേലാത്തപ്പോൾ നമുക്കതിന് വേണ്ട ചില കാണാൻ മേലാഴിയൊക്കെ ഇല്ലേ, അങ്ങനെ എന്നൊക്കെ ഞാൻ അങ്ങനെ അയാളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ട് മനസ്സിൽ. അപ്പോൾ തലേ ദിവസം ഞാൻ ചെന്ന് ഡ്രസ്സൊക്കെ നോക്കണമെന്ന് വെച്ചു. അപ്പം ജോഷി എന്നോട് ചോദിച്ചാൽ എന്താ പരിപാടി, എന്താ ഞാൻ കണ്ണ് കാണാൻ പറ്റാതെ കാണാൻ മേലെ എടാ കണ്ണ് തുറന്നിരിക്കണം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഇത്രയും നാളും 10 വർഷം മുമ്പ് വരെ കണ്ണ് കാണാമായിരുന്നു, പിന്നെ കാഴ്ച ഇല്ലാതായപ്പോൾ അപ്പൊ തുറന്നിരിക്കണം. അപ്പോഴാണ് എനിക്ക് പിന്നെ കണ്ണ് തുറന്ന് കണ്ണ് കാണാൻ മേലെ അഭിനയിക്കണം. അത് വലിയ പ്രശ്നമാണ്. നമ്മൾ വേറെ ക്യാരക്ടർ ചെയ്യുന്നത്, വേറെ ക്യാരക്ടറാണ് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൈക്കിളിൽ കയറുന്ന പോലെ നമുക്ക് പിന്നെ ചവിട്ടാം. ഇതല്ല എവറി മൊമെന്റ് നമ്മളൊരു ഇൻ അഡീഷണൽ ഒരു ശ്രദ്ധ വേണം. എന്നുവെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ കണ്ണ് കാണുമ്പോൾ നോക്കുമ്പോൾ തന്നെ പക്ഷെ കാണാൻ മേലാഴികയുടെ അവസ്ഥയുണ്ട് എന്നിൽ. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ പക്ഷേ കണ്ണ് തുറന്നിരിക്കണം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി ഈ ക്യാമറയുടെ അടുത്ത് വന്നാൽ എനിക്ക് കണ്ണ് കാണാൻ തോന്നും. ആദ്യമായ കണ്ണ് കാണാണ് എന്ന് തോന്നി പ്രേക്ഷകന്. പിന്നെ ഇതൊന്നും നമ്മൾ പിന്നെ അവിടെയൊക്കെ വന്നിട്ട് നോട്ടമൊക്കെ വേറെ രീതിയിലൊക്കെ അങ്ങനെ പറ്റുള്ളൂ. പിന്നെ കാഴ്ചകളൊക്കെ നമ്മൾ മറക്കണം. നമുക്കൊരു റിഫ്ലക്സ് ഉണ്ടാവൂലേ, അറിയാതെ ഇങ്ങനെ കൈ വന്നാൽ അടഞ്ഞു പോകില്ലേ, ആ റിഫ്ലക്സ് ഒന്നും പാടില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ബസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അവിടെ ഓട്ടോറിക്ഷ തിരിക്കുന്നു, ഇതൊക്കെ ഉണ്ട്. അതൊന്നൊക്കെ മറക്കണം നമ്മൾ. അങ്ങനെ മറന്ന് ഇരിക്കണം.
ഇങ്ങനെ മറന്നിരിക്കുമ്പോൾ ഡയലോഗ് മറന്നു പോകും. അതിന് ഏറ്റവും ബുദ്ധിമുട്ട് വെച്ചാൽ ഈ വണ്ടികളുള്ള യാത്രയുണ്ട്. ഞാൻ ലൈല കൂടെ വണ്ടിക്കകത്ത് പ്രോമിറ്റ് ചെയ്യാൻ ആളില്ല, മറ്റത് പ്രോമിറ്റ് ചെയ്യാം, ഇത് എന്ത് ചെയ്യും? അപ്പൊ അതാ വലിയ പണി. അപ്പൊ ഈ നൈല പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കാണാൻ മേലായിരിക്കും എൻ്റെ ഡയലോഗിനെ പറ്റി ഓർക്കും. എൻ്റെ ഡയലോഗിനെ പറ്റി ഓർക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ പറ്റില്ല. അപ്പൊ ഞാനത് ആ സമയത്ത് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് തെളിയും. എവിടെയോ ഒരു അന്വേഷണം എൻ്റെ മുഖത്ത് വരും. മറ്റേത് ആ കാഴ്ചയില് കാണാൻ ആ മേലാഴിക ഫീൽ ചെയ്യണം ഞാൻ, എങ്കിലേ ആ മുഖത്തിന് ഫീൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫീൽ ഇല്ല. ആ മേലാഴിക കാഴ്ചയില്ലായ്മയുടെ ഒരു പരാധീനത നമ്മളിലുണ്ട്. പരാധീനത വേണമെങ്കിൽ കാഴ്ചയില്ലാന്ന് ഞാൻ എന്നെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തൽ എൻ്റെ ഒരു മറവിയാ, കാഴ്ച എന്നുള്ള മറവി. ആ മറവിയുടെ ഡയലോഗും അതേ അതൊരു പ്രത്യേക ഒരു പരിപാടിയാ ആ സമയത്ത്. അല്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സുഖം. അത് ചെയ്യുമ്പോൾ ഉള്ള നമ്മള് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ കാണുന്നതിനെക്കാളും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ നന്നായിരുന്നു എന്നൊക്കെ പറയില്ലേ, അത് പറയുന്നതാണ്. ഞാനൊരിക്കലും ഇങ്ങനെ സ്ക്രീനിനകത്ത് പോയി നോക്കാറില്ല, മറ്റേ മോണിറ്റർ, ഞാൻ മോണിറ്റർ പോയി നോക്കാറില്ല ഒരിക്കലും. ഓക്കെ നേരത്തെ തന്നെ ഓക്കെയാ. പിന്നെ വല്ല ഈ കണ്ടിന്യൂറ്റി അങ്ങനെ വല്ല പ്രശ്നം വന്നാൽ മാത്രം ഇതിനെ ഞാൻ നോക്കിയിട്ടില്ല പോയി. കാര്യം നമ്മളൊരു സുഖം എനിക്കറിയാം, എൻ്റെ ഒരു റേഞ്ച് അറിയാൻ പറ്റും. പിന്നെ അത് കുഴപ്പമാണ് പുള്ളി പറയും, ചിലത് പോരാൻ തോന്നുമ്പോൾ ഒന്നും കൂടെ എടുക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡയറക്റ്റ് വേണ്ട അത് കറക്റ്റ് ആയിട്ടാണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു ഇൻടോക്സിക്കേഷനാണ് ഇങ്ങനെ ആ ദിവസത്തെ മുഴുവനും. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പം കണ്ടു കാണാത്ത ഒരാളുടെ ഒരു മാനറിസം ഒക്കെ, അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് ചോട്ടാ മുംബൈയും ബിഗ് ബിയും ഒരേ സമയം പോലീസ് ക്യാരക്ടേഴ്സ് ആണ്. ഗെറ്റപ്പില് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ ഇല്ലെങ്കിലും മാനറിസംസും ഓരോ ഇതും വെച്ചിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് അഭിനയ പോലീസുകാരുടെ മാനസികാവസ്ഥ ഡിഫറെന്റ് അല്ലേ? അതൊക്കെ നമുക്ക് മറ്റേതൊരു പോലീസല്ല, അങ്ങനെ ബാക്കിയുള്ള ഭാഗ്യമാണ്. അതായത് നമ്മുടെ ഞാൻ പറഞ്ഞ അത് കൺസീവ് ചെയ്യുന്നതാണ്. എല്ലാം പോലീസുകാരനാണ്, പക്ഷെ അവരെ രണ്ടുപേരുടെ മാനസികാവസ്ഥ വ്യത്യാസമുണ്ട്. ഇപ്പം നിഖില വിമൽ ഒരു കട്ട മമ്മൂക്ക ഫാനാണെന്ന് നമുക്കറിയാം. അപ്പം ഒരുപാട് മമ്മൂക്കയുടെ കൂടെ ഉള്ള മറ്റേ നോക്കിയിരിക്കുന്ന വീഡിയോസ് ഒക്കെ വൈറലായിരുന്നു. അപ്പം ഇതും കേക്ക് കട്ട് ചെയ്യുന്ന ഒരു പ്രീസ്റ്റിന്റെ സെലിബ്രേഷൻ അല്ലേ? അപ്പം എന്തെങ്കിലും ഒരു മമ്മൂക്ക ഫാൻ അല്ലേ, അപ്പൊ ഒരു മമ്മൂക്ക മൊമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. എന്തിപ്പോ പറയാ, പ്രീസ്റ്റില് ഇത് എനിക്ക് തോന്നുന്നു അതിന് മുന്നേ ഇറങ്ങിയ പടം ഏതായിരുന്നു, നമ്മുടെ ഷൈലോക്കിന്റെ സക്സസ് നമ്മുടെ സെറ്റില് നടന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണത്. എനിക്ക് തോന്നുന്നു എല്ലാ ബർത്ത്ഡേക്കും മറ്റേ മമ്മൂക്കനെ വിഷ് ചെയ്യാൻ എടുക്കുന്ന ഫോട്ടോ ഇതാണല്ലോ. നമ്മളിപ്പോ കേക്കൊക്കെ ഉണ്ട്, മറ്റേ ബർത്ത്ഡേ പോലെ ഇരിക്കും, അങ്ങനെ എടുക്കുന്ന ഫോട്ടോ ആണ്. മമ്മൂക്കായിട്ട് എനിക്കും ഉണ്ടായിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് മൂപ്പരുടെ വൈബും പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ അത്രയും ഇപ്പം കുട്ടാരനോടൊക്കെ ഉള്ളതുപോലെ നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്നത് പോലെ നമ്മളെ കേൾക്കുന്ന ഒരാളുമാണ്. അപ്പോൾ നമ്മളെ കേൾക്കുകയും ചെയ്യും, നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യും, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. നമുക്കതിന് ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് പറഞ്ഞു തരുമൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരുപാട് വിവരമൊക്കെ ഉള്ള, എന്നാൽ നമുക്ക് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറഞ്ഞു പോയി എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരാളാണ് നമുക്ക്. എനിക്ക് എല്ലാ മൊമെന്റുകളും ഭയങ്കര ഞാൻ ചെറിഷ് ചെയ്ത മൊമെന്റാണ്. ഓക്കെ, അപ്പോ നമ്മുടെ വെബ് സീരീസ് January 5th സ്ട്രീം ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായാലും ട്രെയിലറിലെ പോലെ തന്നെ ഭയങ്കര പ്രോമിസിങ് ആണ്. അപ്പോൾ വലിയൊരു വിജയമാവട്ടെ. എല്ലാ ആൾക്കാരും ഹോട്ട്സ്റ്റാറിൽ January 5th കാണണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.